എടി ആ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഏത് ഇതോ? ആ ഓഹോ ഹോ ഹോ ഇതാണല്ലേ ഇതാണ് സ്ഥലം. ആ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്താ. ഡീറ്റെയിൽ വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ പരപ്പന ഏകദേശം ഒരു 3.5 കിലോമീറ്റർ മാറിയിട്ട് ബാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. മൊത്തം 1 ഏക്കർ 40 സെന്റ് സ്ഥലമാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ അതിന്റെ വിശേഷങ്ങൾ പറയാനാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളിട്ടോ. അപ്പൊ നിങ്ങളുടെ വേറെ കാര്യം പറയാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് നമ്മുടെ നമ്പറുമായിട്ട് മറക്കാതെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പൊ നല്ല കിടിലൻ കോളല്ലത്, കിടിലൻ കോളാണ്. അപ്പൊ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ചെറിയ വിലയാണ് കേട്ടോ പാർട്ടി ചോദിക്കുന്നത്. നല്ല കിടിലൻ ഒരു കോളാണ് ഇപ്പൊ ഇന്ന് നമ്മൾ നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഡീറ്റെയിൽ പറഞ്ഞെടുത്ത വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്ത വഴിയൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ പ്ലോട്ടാണ്. നമ്മളെ പരപ്പന ഏകദേശം ഒരു 3.5 കിലോമീറ്റർ മാറിയിട്ടാണ് സ്ഥലം വരുന്നത്. അത് നമ്മളെ പരപ്പേന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ മാത്രം മാറിയിട്ട് ബാനം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ബാനത്തുനിന്ന് വെറും 3/4 കിലോമീറ്റർ മാത്രം നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു 300 മീറ്റർ മാത്രം ടാറിങ് ആയില്ല. ഇത് നമ്മളെ ആധാരത്തിലുള്ള വഴിയാണ്, മണ്ണ് റോഡാണ്, ടാറിങ് ആയിട്ടില്ല. ഇതൊരു നമ്മളെ സ്ഥലത്തോട്ടൊക്കെ ഉള്ള പ്രൈവറ്റ് ആയിട്ടുള്ള റോഡാണ്. നമ്മളെ പ്ലോട്ട് വരുന്നത് കാണിച്ചു കൊടുത്താ. പ്ലോട്ട് ഈ കാണുന്നതാണ് സ്ഥലം കേട്ടോ. നല്ല കിടുക്കാച്ചി സ്ഥലമാണ്, റോഡ് സൈഡിൽ തന്നെ. ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് ഇപ്പൊ നിലവിൽ ജീപ്പ് പോലത്തെ വാഹനങ്ങൾ എപ്പോ വരുള്ളൂ കേട്ടോ. ടാറിങ് ആവാത്ത കാരണം ജീപ്പ് പോലത്തെ വാഹനങ്ങളൊക്കെ വരുള്ളൂ. അപ്പൊ നമ്മളെ സ്ഥലത്തിന്റെ അതിര് പറഞ്ഞ് തുടങ്ങാട്ടോ. റോഡിന്റെ മുകളിലോട്ട് ഈ കാണുന്നതാണ് സ്ഥലം. റോഡിന്റെ മുകളിലോട്ടാണ് നമുക്കിപ്പോ പാലൊക്കെ എടുത്ത് കൊണ്ടുവയ്ക്കാന്നുണ്ടെങ്കിലൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അതായത് മാർക്കറ്റ് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ റോഡിന് മുകളിലോട്ടുള്ള സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. കാരണം നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് റോഡ് സൗകര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ താഴോട്ടൊക്കെയാണ് സ്ഥലം എന്നുണ്ടെങ്കിൽ ആൾക്കാർ കുറച്ച് മടിക്കും. അപ്പം നമുക്ക് റോഡിന്റെ ഫ്രണ്ടിൽ മേലെ തന്നെ കേട്ടോ നമ്മളെ സ്ഥലം വരുന്നത്. അപ്പൊ നമുക്ക് റോഡിന്റെ ഫ്രണ്ടേജ് നമ്മളെ ഈ റോഡാണ് കേട്ടോ. നമ്മളെ അതിര് റോഡിൽ നിന്ന് ഇങ്ങോട്ട് മുകളിലോട്ടാണ് പ്ലോട്ട് കിടക്കുന്നത്. ആ റോഡിന്റെ ഫ്രണ്ടേജ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് കേട്ടോ. അത് അങ്ങ് അവിടം വരെ കിടക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ പോയി നോക്കാം. അവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ്. കുറെ അങ്ങോട്ട് ഉണ്ട് കേട്ടോ. നല്ല നീളം വരുന്നുണ്ട് ഫ്രണ്ടേജ്. മൊത്തം 1 ഏക്കർ 40 സെന്റ് സ്ഥലം അല്ലേ. കാഞ്ഞങ്ങാട് നമുക്ക് ഏകദേശം എത്ര കിലോമീറ്റർ? നമുക്ക് കാഞ്ഞങ്ങാട് അവിടെ നിന്ന് ഇങ്ങോട്ട് 19 കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ. അതേപോലെ നമുക്ക് നീലേശ്വരത്ത് നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരാണ് വരുന്നത് കേട്ടോ. നമ്മുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാഞ്ഞങ്ങാടും നീലേശ്വരൊക്കെയാണ് വരുന്നത് കേട്ടോ. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ പ്ലോട്ടൊക്കെ കാണാനൊക്കെ വരുന്നുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് അല്ലെങ്കിൽ നീലേശ്വരൊക്കെ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അത്ര ദൂരെ നമുക്ക് വരുന്നുള്ളൂ. പിന്നെ അടുത്ത നമ്മളെ ഫ്രണ്ടേജ് ഇവിടം വരെയാണ് ഞാൻ കാണിച്ചു തരട്ടോ. ഓക്കെ, നിങ്ങൾ നോക്കിയാണ് നിങ്ങൾ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് ഇതാ അവിടം വരെ, ഈ ഒരു മരത്തിന്റെ അവിടം വരെയാണ് വരുന്നത് കേട്ടോ. ഇതാ ഏകദേശം ഇവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നത്. അപ്പുറത്തെ പറമ്പിലും അപ്പുറത്തൊക്കെ റബ്ബർ തോട്ടങ്ങൾ തന്നെയാണ് മൊത്തം കിടക്കുന്നത്. അതെ, ഫ്രണ്ടേജ് നല്ല നീളമുള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ കുറച്ച് റിസ്ക് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വഴി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇഷ്ടം പോലെ വീടുകളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ സ്ഥലങ്ങളൊക്കെയാണ്. ഇതൊക്കെ റബ്ബറുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ടാറിങ് റോഡ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ റോഡ് ഇവിടുന്ന് ടാറിങ് റോഡ് വരുന്നുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 300 മീറ്റർ മാത്രം ടാറിങ് ആകാൻ ബാക്കിയുണ്ട് നമ്മളെ ഒരു പ്ലോട്ടിലോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ സാധാരണ നമ്മളെ പ്രൈവറ്റ് വഴിയാണ്. ഇനി നമുക്ക് തോട്ടത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് ഉള്ളിലത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് സ്ഥലം കാണണ്ടേ? സ്ഥലം കാണണം. പറമ്പിൽ എന്ന് പറഞ്ഞാൽ ഒരു 160ഓളം റബ്ബർ ഉണ്ട്, തേക്ക് ഉണ്ട്, കശുമാവ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പോയിട്ട് നോക്കാം നമുക്ക്. ഇനി പറമ്പിലെ വിശേഷങ്ങൾ കാണാട്ടോ. നമ്മളീ ഒരു സ്ഥലം കുറച്ച് ചെരിവുള്ള സ്ഥലമാണ് കേട്ടോ. ചെറിയ ചെരിവാണെന്ന് വെച്ചാൽ അതായത് ഓവർ ചെരിവോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ നടന്നു പോകാനുള്ള കണക്കിനുള്ള ചെറിയൊരു ചെരിവ്. അധികം കുന്നോ മലയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നോക്കി ഞങ്ങൾ കിടിലൻ വ്യൂ ആട്ടോ. നല്ല കാഴ്ച ഉണ്ടല്ലേ അങ്ങോട്ട്. നല്ല രസമുണ്ട്, നല്ല രസമുള്ള ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. അങ്ങോട്ടൊക്കെ തന്നെ നോക്കുമ്പോൾ റിസോർട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്, ഹോം സ്റ്റേക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. അങ്ങോട്ടൊക്കെ കാണും, നല്ല കാഴ്ചയുള്ള സ്ഥലമാണ്. ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഏകദേശം ഒരു മേലെന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാട്ടോ. കണ്ടില്ല നിങ്ങൾ നോക്കിയാണെങ്കിൽ സ്ഥലങ്ങളൊന്നും എപ്പോഴും ഇതേമാതിരി കുറഞ്ഞ വിലന്റെ സ്ഥലങ്ങളൊന്നും നമുക്ക് വാങ്ങിയിടാൻ കിട്ടൂല കേട്ടോ. അപ്പൊ കിട്ടുമ്പോ എത്രയും പെട്ടെന്ന് നിങ്ങൾ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഒരു അസറ്റ് ആയിട്ട് മാറും. കുട്ടികളൊക്കെ വലിയതായി വരികയാണ്. അപ്പൊ അന്നേരത്തെ നമുക്ക് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അവർക്കും തന്നെ അങ്ങനെയുള്ള ചിന്തകളിലൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ പ്രോപ്പർട്ടിയാണ്. റബ്ബറിന്റെ സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുത്താൽ ഇതേമാതിരിക്കുള്ള റബ്ബറുകളാണ് മൊത്തം 160ഓളം റബ്ബറുകൾ, 105 ഇനത്തിൽപ്പെട്ട റബ്ബറുകളാണ് മൊത്തം.
ഏപ്പട്ട കഴിഞ്ഞിപ്പതാണ് ബീപ്പട്ടതാണ് ഇതുവരെ വെട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 വർഷം കൂടി ഇനിയും ടാപ്പിംഗ് ആക്കാനുള്ള പട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കിടിലം മരങ്ങൾ തന്നെ കേട്ടോ. എല്ലാ മരങ്ങളും ഒന്നിനൊന്നിനും മെച്ചമുള്ള നല്ല നല്ല അടിപൊളി കിടുക്കാച്ചി മരങ്ങളാണ്. ഒക്കെ നല്ല നല്ല മരല്ലേ ചേട്ടാ? ഇതൊക്കെ നോക്കി എന്താ നല്ലതൊക്കെ നോക്കി വെട്ടി നശിപ്പിക്കുക. ഈ ഒരു പ്ലോട്ട് വന്ന് നിങ്ങൾ കണ്ടു നോക്കി. ചെറിയ വിലയാണ് പാർട്ടി ചോദിക്കുന്നത്. എന്താ പറയാ, എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പൈസ ഒന്നും എടുത്തു വെക്കാതെ എത്രയും പെട്ടെന്ന് വന്നിട്ട് ഒരു 1 ഏക്കർ 40 സെന്റ് സ്ഥലം പെട്ടെന്ന് കൈക്കലാക്കാം അല്ലെ? അതെ. അപ്പൊ നമുക്ക് ബാക്കിയും കുറെ സാധനങ്ങൾ കാണാണ്ട്. തേക്ക്, അതുപോലെ കശുമാവ്, അതൊക്കെ കാണാണ്ട് കേട്ടോ. ഇതൊന്ന് നോക്കിയേ, ഒരുവിധം എല്ലാ മരത്തേലും കുരുമുളകെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കിയേ, നല്ല ഏട്ടാ തൂർന്നുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയേ, ഇരുള് പോലത്തെ മരങ്ങളാണ് കേട്ടോ. അതിലൊക്കെ ഇഷ്ടം പോലെ കുരുമുളക് ഒരുവിധം എല്ലാ മരത്തേലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മള് പറമ്പിന്റെ കുറച്ച് മേലെ ഭാഗത്താ നിക്കണ കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒന്ന് കാണിച്ചില്ല, താഴത്തേക്കുള്ള കേട്ടോ. താഴെയാണ് നമുക്ക് വഴിയെല്ലാം, താഴെ കൂടെ പോണ വഴിയെല്ലാം നമുക്ക് ഇവിടുന്ന്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 3/4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബാനത്ത് എത്തും കേട്ടോ. ബാനത്ത് ഹൈസ്കൂൾ ഉണ്ട്. 1 മുതൽ 10ാം ക്ലാസ് വരെ സ്കൂളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് സെന്റർ ഉണ്ട്. പിന്നെ നമുക്ക് സ്കൂളിൽ 1 മുതൽ 10ാം ക്ലാസ് വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബാനത്ത് വിടാം. 3/4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബാനത്ത് സ്കൂളിൽ എത്തുകയും ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരപ്പയിലുണ്ട് ഹയർ സെക്കൻഡറി സ്കൂള്. 1ാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഉള്ളത്. അപ്പൊ നമുക്ക് ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പരപ്പേല് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തുകയും ചെയ്യും. പിള്ളേരൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ. അതല്ല ഇനിയിപ്പോൾ ജോലിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സിന് പോകേണ്ട സൗകര്യത്തിന് നമുക്ക് ഏകദേശം 300 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ബസ് ഓടുന്ന റൂട്ടിലോട്ട് നല്ല റോഡ് സൈഡിൽ നമ്മൾ എത്തുകയും ചെയ്യും. ഇതേ ഇത് നോക്കിയേ, നല്ല കായ്ക്കുള്ള പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ. പ്ലാവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതേ ഇപ്പൊ ചക്കേന്റെ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇപ്പൊ പ്ലാവൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ നമുക്ക് ഇനി തേക്കൊക്കെ കാണാട്ടോ. ഇപ്പൊ നമ്മള് റബ്ബറൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ, ഇനി അടുത്ത് നമുക്ക് കാണാനുള്ള തേക്കാണ് കേട്ടോ. ഏകദേശം 3 വർഷത്തോളം പ്രായമായ തേക്കും തൈകളാണ് ഇനി ഉള്ളത്. ഇതാ ഈ കാണുന്ന തേക്കും തൈകളൊക്കെ ഏകദേശം 3 വർഷത്തോളം പ്രായമായതാട്ടോ. അതാ ഈ കാണുന്നത് ഇതുണ്ടോ, ഒക്കെ നല്ല നല്ല തേക്കും തൈകൾ കേട്ടോ. അതുപോലെ ഏകദേശം 40ഓളം എണ്ണം ഉണ്ട്. അങ്ങോട്ടൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ 3 വർഷം പ്രായമായ കശുമാവൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വഞ്ഞി കശുമാവൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ പെട്ടെന്ന് കായ്ക്കണ ഇനം കശുമാവാണ്. ഏകദേശം 3 വർഷം പ്രായമായതാണ് ഇതെല്ലാം. ഇതേപോലത്തെ ഒരു 25ഓളം കശുമാവാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്ക് ഇനി പറമ്പിന്റെ ഏറ്റവും സൈഡിലുള്ള ഒരു അതിരും കൂടി ഒന്ന് കാണിച്ചു കൊടുത്താൽ അവിടെ കയ്യാലൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? നമ്മളെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഓണർ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓണറായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളെ വീടോ സ്ഥലോ ഒക്കെ കൊടുക്കാണ്ട് എന്തെങ്കിലും പ്രോപ്പർട്ടി ഒക്കെ കൊടുക്കാണ്ടെങ്കിൽ അതിന് ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്താൽ 98 95 18 18 86 ഈ നമ്പറിൽ വിളിക്കാട്ടോ. അപ്പോഴേ നമ്മൾ പറമ്പിന്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നോക്കി ഇവിടെയൊക്കെ ചുറ്റുഭാഗം ഫുള്ള് കയ്യാല കെട്ടിയിട്ടേക്കാണ് കേട്ടോ. ഇത് ഈ കയ്യാലയ്ക്ക് അപ്പുറം വേറെ ആളെ സ്ഥലമാണ്. അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. അവിടെയൊക്കെ ഒരു വീട്, അവിടെയൊക്കെ വീടുകൾ കാണുന്നുണ്ട്. ഇപ്പൊ ഈ മഴയല്ലേ, കുറച്ച് കാടുള്ള കാരണം നമുക്ക് പച്ചപ്പോണ്ട് കാണാത്താണ് കേട്ടോ. അങ്ങോട്ടൊക്കെ ഒരുപാട്. അത് കഴിഞ്ഞ ടാറിംഗ് റോഡാണ് അല്ലേ? അത് കഴിഞ്ഞ അപ്പുറത്തേക്ക് ടാറിംഗ് റോഡാണ്. ഈ ഒരു പറമ്പ് കഴിഞ്ഞ് പറമ്പിന്റെ അപ്പുറത്ത് ഏകദേശം ഒരു 200 മീറ്റർ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു 200 മീറ്ററിന്റെ ഉള്ളിൽ നമുക്ക് ടാറിംഗ് റോഡാണ്. പിന്നെ നമ്മളെ പറമ്പിന്റെ ഇടയ്ക്കൊക്കെ അതേപോലെ നല്ല കായ്ക്കുന്ന കശുമാവ് ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കിയേ, വലിയ വലിയ കശുമാവാണ് കേട്ടോ. ഇത് വലിയ കശുമാവുണ്ട് കുറച്ച്. പിന്നെ അതുപോലെ തന്നെ ചെറുത് ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചു കൊടുത്തില്ലേ, ഏകദേശം 3ാം വർഷം പ്രായമായ കശുമാവ്. ഇത് ഇങ്ങനത്തെ ഏകദേശം 25ഓളം എണ്ണം ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, തേക്കൊക്കെ നോക്കിയേ എന്താ ഉഷാറ് തൈകൾ അറിയോ. ഒക്കെ നല്ല നല്ല തൈകളാട്ടോ. ഇനി നമ്മളെ പറമ്പിന്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു വഴി വരുന്നുണ്ട്. ഇതിപ്പോ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനുള്ളതാണ്. ഇപ്പൊ ഇതിലെ വണ്ടി വരുന്നതാണ്. ഇപ്പൊ ഇവര് പറമ്പിലെ ആവശ്യങ്ങൾക്കെല്ലാം വണ്ടി ഇങ്ങോട്ട് വരും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലെ ഇങ്ങോട്ട് കയറ്റുകയും ചെയ്യാം അല്ലെ? ഈ ഒരു ഭാഗം കുറച്ചെടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പറമ്പിലോട്ട് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യാം. പിന്നെ നമ്മളിപ്പോ റബ്ബർ കണ്ടു, തേക്ക് കണ്ടു, കശുമാവ് കണ്ടു. ഇനി അടുത്ത ഇങ്ങോട്ട് നോക്കിയാൽ നല്ല വണ്ണുള്ള ഏകദേശം 6ഓളം മഹാഗണി ഉണ്ട് ഇതേപോലെ നല്ല വണ്ണുള്ളത്. പിന്നെ ഒരു 3-4 വർഷം പ്രായമായത് എല്ലാം കൂടെ കൂട്ടി മൊത്തം ഒരു 50ഓളം മഹാഗണി ഉണ്ട് ഇതിനകത്ത് കേട്ടോ. ഒക്കെ നല്ല നല്ല മരങ്ങളാണ്. അങ്ങോട്ടൊക്കെ നോക്കിയാൽ അതൊക്കെ മഹാഗണിയാണ് ആ കാണുന്നത്, നല്ല വണ്ണുള്ള മരങ്ങള്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ഒരുവിധം എല്ലാ മരത്തെ കൂടെയും കുരുമുളക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് എല്ലാ മരത്തേലും കുരുമുളക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വീട്ടിലെ ആവശ്യത്തിനോ അല്ലെങ്കിൽ പുറത്ത് കൊടുക്കണമെങ്കിലും ഒക്കെ ഇഷ്ടം പോലെ കുരുമുളക് ഏകദേശം കിട്ടുന്നുണ്ട്. വർഷം 20 കിലോയുടെ അടുത്ത് കുരുമുളക് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ മഹാഗണിക്ക് നോക്കി, ഇതൊക്കെ എന്താ വണ്ണം എന്നറിയൊക്കെ നോക്കി.
ഒക്കെ വലിയ വലിയ മരങ്ങളാട്ടോ. അതേപോലത്തെ വണ്ണുള്ള ഏകദേശം 6ഓളം മരങ്ങളാണ് ഉള്ളത് കേട്ടോ മഹാഗണി. ഇത് വരണം. പിന്നെ ദാ ഇപ്പുറത്ത് വേറെ ഒന്ന് വലുത് എങ്ങോട്ടൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് വലുത്. ഇതുണ്ടോ ഇതിന്റെയൊക്കെ വണ്ണം നോക്കിയാൽ വലിയ മരമാണ് കേട്ടോ. നോക്കിയേ എത്രങ്ങാനും വലിയ മരം. നമ്മൾ പറമ്പിന്റെ ഓരോ ഭാഗങ്ങളും പ്രത്യേകം പ്രത്യേകം എടുത്ത് കാണിച്ചു തരും കേട്ടോ. അത് നോക്കിയേ ഇതേ കൂടെ ഒക്കെ കുരുമുളക് കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കിയേ ഉണ്ടല്ലോ റബ്ബർ തോട്ടം. താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോന്നോളൂ കേട്ടോ. അപ്പൊ സ്ഥലത്തിന്റെ എല്ലാ ഡീറ്റെയിലും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി പാർട്ടീന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഈ 1 ഏക്കർ 40 സെന്റ് സ്ഥലത്തിനും മൊത്തത്തിലുള്ള വിലയാണ് പറയുന്നത്. 15 ലക്ഷം രൂപയാണ് ഇതിന്റെ ഓണർ ഇതിന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഓണർ നമ്പർ ഞാൻ താഴെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന് പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയറിലാണ്. ആധാരം, പട്ടയം, അടിയാധാരം എന്ന് വേണ്ട എല്ലാവിധ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നിലവിൽ ഇപ്പോൾ ഈ ഒരു സ്ഥലത്തിനുള്ളതാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 15 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്രോപ്പർട്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ 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 ബൈ. അതെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടു കേട്ടോ. 2 ഏക്കർ പ്ലോട്ട് വെറും 20 ലക്ഷം രൂപയ്ക്ക് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ തയ്യേരി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വെറും 800 മീറ്റർ മാത്രം മാറിയിട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഒരു 200 റബ്ബർ ഉണ്ട്, ഒരു 100 കവുങ്ങുണ്ട്, ഒരു 10 തെങ്ങുണ്ട്, പിന്നെ ജാതി മരങ്ങളുണ്ട്, വറ്റാത്ത വെള്ളമുള്ള 5 കോല് വെള്ളമുള്ള കിണറുണ്ട് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളുള്ള നല്ല അടിപൊളി ഒരു കിടിലം പ്രോപ്പർട്ടിയാണ്. ഒരു ചെറിയൊരു വീടും ഉണ്ട്. അപ്പോൾ ഇനി പാർട്ടി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 20 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് പ്രോപ്പർട്ടികൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നമുക്ക് 2 ഏക്കർ സ്ഥലം വെറും 20 ലക്ഷം റുപ്യക്കുള്ള ഒരു മുതലാണ് നിങ്ങൾ കാണാൻ പോണ കേട്ടോ. നമ്മളെ തയ്യേനി ടൗണിൽ നിന്ന് ഏകദേശം 800 മീറ്റർ മാറിയിട്ടാണ് സ്ഥലം ഉള്ളത്. അതിനകത്ത് 400 മീറ്റർ ടാറിംഗ് റോഡാണ്, ബാക്കി കുറച്ച് സ്ഥലം മണ്ണ് റോഡാണ്. അപ്പൊ ഈ കാണുന്നതാണ് സ്ഥലം. അപ്പൊ ഇനി ആ സ്ഥലത്തിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. അതെ, പോയി നോക്കാം. ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാർ, അവർക്ക് പറ്റിയ നല്ല കിടിലൻ പ്രോപ്പർട്ടിയാണ്. നല്ല എടുത്തിടാൻ പറ്റിയ അടിപൊളി കിടിലൻ മുതലാണിട്ടത്. വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കണ്ടു നോക്കി. വീഡിയോ ഫുൾ ആയിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക അല്ലേ. അതെ, മെയിൻ ആയിട്ട് ആൾക്കാർ ചോദിക്കും വെള്ളത്തിന്റെ സൗകര്യമാണ് ചോദിക്കുന്നത്. നമുക്ക് ആ വെള്ളത്തിന്റെ സൗകര്യം ഫസ്റ്റ് അവിടെ നിന്ന് തുടങ്ങാം. നമുക്ക് അത് കാണിച്ചു കൊടുക്കാം. അപ്പൊ വഴിയൊക്കെ നിങ്ങൾ കണ്ടില്ല. അപ്പൊ നമ്മൾ ഈ വഴിയാണ് ഇപ്പൊ ഈ കാണുന്നത്. നമ്മളെ പറമ്പ് കൂടെ പോണ വഴിയാണിത്. ഈ കാണുന്നതാണ് സ്ഥലം. ഇനി നമുക്ക് വെള്ളത്തിന്റെ സൗകര്യം കാണിച്ചു കൊടുക്കാം. 5 കൊല്ല് എവിടെ കിണർ കുത്തിയാലും 5 കൊല്ല് വെള്ളം കിട്ടും. അതിനുള്ള തെളിവാണ്. നിങ്ങൾ നോക്കിയാണ് ഇത്. ഒരുപാട് കുഴികളുണ്ട്. അതേപോലെ ഇഷ്ടം പോലെ ഇതിപ്പോ ഇവിടെ അടുത്തുള്ള ആൾക്കാര് വെള്ളം എടുക്കണതാണ് കേട്ടോ. പിന്നെ കിണർ ഇതാക്കണ് അവിടെ മേലുണ്ട്. അതുകൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. വെറും 5 കോൽ താഴ്ചയിലാണ് വെള്ളം ഉള്ളത്. ഇഷ്ടം പോലെ വെള്ളം. ഈ ഒരു ഏരിയയിൽ നല്ല വറ്റാത്ത വെള്ളമുള്ള നല്ല സൗകര്യമുള്ളൊരു മുതലാട്ടോ. നിങ്ങൾ വരും ഇങ്ങോട്ട് കാണിച്ചരാ. അധികം പറയാൻ നിക്കില്ല. നിങ്ങൾ നോക്കി 5 കൊല്ല വെള്ളം എന്ന് പറഞ്ഞില്ലേ, കണ്ടില്ലേ? എന്താ പറയാ, താഴ്ചല്ല. കൈ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് കോരി എടുക്കാം. അത്രയ്ക്ക്. ഇനിയിപ്പോ ഒരു ബക്കറ്റും കൊണ്ട് വന്നുകൊണ്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് കോരി എടുക്കന്നെ അല്ലേ തയ്യേ. വെള്ളത്തിന്റെ സൗകര്യം കണ്ടില്ലേ നിങ്ങള്? നല്ല അധികം ആഴം ഇല്ലാത്ത കിണർ. 5 കൊല്ലാണ് വെള്ളം എന്ന് പറഞ്ഞില്ലേ. നല്ല കണ്ണാടി പോലത്തെ തെളിഞ്ഞ വെള്ളമാണ്. പിന്നെ നമ്മൾ ഈ പറമ്പിൽ എന്തൊക്കെയുള്ള അറിയാം. എനിക്ക് ഒരു 200 റബ്ബർ ഉണ്ട്, അതേപോലെ 100 കവുങ്ങ്, പിന്നെ 10 തെങ്ങ്, പിന്നെ കുറെ ജാതി മരങ്ങള്, നല്ലൊരു വീട്, ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ വരെ എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതാക്കണ ഈ കാട് വെട്ടി തെളിഞ്ഞ് കിടക്കുന്നത് ഇപ്പൊ ഈ ഒരു പ്ലോട്ടാണ് കേട്ടോ. മൊത്തം 2 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് റബ്ബർ ഒന്ന് കാട്ടി കൊടുക്കല്ലേ ടയ്യെ? ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ റബ്ബറൊക്കെ നല്ല അടിപൊളി റബ്ബറാണ് കേട്ടോ. ഒക്കെ 105 ഇനത്തിൽ പെട്ട റബ്ബറാണ്. മൊത്തം 200 എണ്ണം ഉണ്ട്. ഇതൊക്കെ നോക്കി ഒന്നും വെട്ടി നശിപ്പിക്കൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ നോക്കി എന്ത് നല്ല സ്മൂത്ത് ആയിട്ട് വെട്ടിയുണ്ടോ. അത്യാവശ്യം നല്ല പാല് കിട്ടുന്ന മരമാണ് അല്ലേ. 200 റബ്ബറാണ്. മൊത്തം 200 റബ്ബറാണ് ഇതിനകത്ത്. ഇപ്പൊ റബ്ബർ കണ്ടില്ല നിങ്ങള്? ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജാതിക്കെല്ലാം കായ്ച്ചുണ്ട്. ഇഷ്ടം പോലെ കായ ഉണ്ട് കേട്ടോ. കുറേ കായ പിടിച്ചിട്ടുണ്ട്. നല്ല നോക്കണ പറമ്പാണ്. നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. ഒരു കാടോ ഒന്നും ഇല്ലാതെ കൃഷിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി കിടിലൻ സ്ഥലമാണ്. ഇപ്പൊ അധിക കൃഷിയോ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഒരുവിധ എല്ലാ സ്ഥലത്തും ഇതിനകത്ത് ഫില്ലാണ് അല്ലേ. ഒരുവിധം എല്ലായിടത്തും മൊത്തത്തിൽ കവുങ്ങും തെങ്ങും റബ്ബറായിട്ടും എല്ലാം കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്.
പിന്നെ കപ്പ, ചേന, ചേമ്പൊക്കെ പറഞ്ഞ അത്യാവശ്യം എല്ലാവർക്കും ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യേണ്ടി വരില്ല. അപ്പൊ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇത് എന്തായാലും നോക്കിയത് നമ്മൾ ഈ ഒരു സ്ഥലത്തിലുള്ള തേക്കാണ് ട്ടോ. ഇതേമാതിരി അതിരുവഴിയെല്ലാം ഇഷ്ടംപോലെ ഉണ്ട് തേക്ക്. അത്യാവശ്യം നല്ല വണ്ണുള്ളതാണ്. പിന്നെ നിങ്ങൾ നോക്കിയാണെങ്കിൽ അടുത്തൊക്കെ വീടുകളുണ്ട്. ഇത് അവിടെ ഒരു വീടുണ്ട്, അപ്പുറത്തെ ഒരു വീടുണ്ട്. ഇപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ അതിരുവഴിയെല്ലാം തേക്കെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല മരം മുറിച്ച് വിറ്റാൽ തന്നെ നമുക്ക് നല്ല പൈസ കിട്ടും കേട്ടോ. പിന്നെ കവുങ്ങുകളാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കവുങ്ങുകളാണ്. ഞാൻ അവിടെ നോക്കിയാണെങ്കിൽ പ്ലാവ് കണ്ടെങ്കിൽ നല്ല കായ്ക്കണ പ്ലാവ്. എന്തൊക്കെ സാധനങ്ങൾ അറിയാതുണ്ടോ. ഇവിടെ ഒരു തേക്കുണ്ട്, തെങ്ങുണ്ട്, ജാതി മരങ്ങളൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം. ജാതിക്ക് നല്ല കായ്ക്കണ ജാതിയാണ് കേട്ടോ. നല്ല ഇട തൂർന്നിരിക്കുന്ന വലിയ മരമായിട്ടുണ്ട്. അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് വന്ന് കാണുമ്പോൾ എന്തായാലും അറിയാം. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ചക്ക ഒക്കെ ഉണ്ടായതുണ്ടോ. ചോട്ടി തന്നെ ചക്ക ഉണ്ടായത് ഇഷ്ടം പോലെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് താഴെ തന്നെ വന്ന് പറിച്ചു കൊണ്ടുപോകാനൊക്കെ നല്ല സൗകര്യമാണ്. നമുക്ക് നോക്കി ഇഷ്ടംപോലെ കായ ഉണ്ടായിട്ടുണ്ട്. നല്ല വളക്കൂറുള്ള മണ്ണാണ്. ഒരുപാട് വീടുകളുണ്ട്. എന്താ പറയാ, ഈ വില കുറവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വീടുകളില്ലാത്ത ഏരിയ ഒന്നുമല്ല. ഇഷ്ടം പോലെ വീടുകളുള്ള ഏരിയ തന്നെയാണ്. അതെ, അത് എന്തായാലും വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും തോന്നി ഇങ്ങനെ ഇത്രയും വില കുറച്ച് കൊടുക്കുമ്പോ കുന്നും മലയാണ്, വഴിയില്ലാത്ത സ്ഥലമാണ്, വെള്ളത്തിന്റെ സൗകര്യമല്ലേ, അങ്ങനെ പല സംശയങ്ങളും ചോദ്യങ്ങളും നിങ്ങൾ കമന്റ് ആയിട്ട് നിങ്ങൾ ചോദിക്കും. അപ്പൊ ഒരു സംശയം വേണ്ട, വന്ന് കണ്ട ഇഷ്ടപ്പെടും. അടുത്ത് വീടുകളുണ്ട്, വഴിയുണ്ട്, വെള്ളമുണ്ട്, കറണ്ട് ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. ചെറിയൊരു വീടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു കൊടുക്കാം അല്ലെ. അതെ, 3 ബെഡ്റൂമൊക്കെ ഉള്ള സാധാരണ ഒരു ചെറിയൊരു വീടുണ്ട്. പിന്നെ ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ സൗകര്യം എല്ലാം ഉണ്ട്. ഇങ്ങോട്ട് വരി, നിങ്ങൾ കാണിച്ചു തരാം. ജാതി മരങ്ങളൊക്കെ ഇഷ്ടം പോലെ കേട്ടോ. നല്ല കായ്ക്കണതാണ്. ഒക്കെ വലിയ മരം, നല്ല ഇട തിങ്ങി നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. ഒക്കെ വലിയ വലിയ കായ്. പിന്നെ കൃഷിക്ക് പറ്റിയ സ്ഥലമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അങ്ങോട്ട് വരാൻ തെളിവ് സാധ്യത കാണിച്ചത്. അത് നോക്കിയാണെങ്കിൽ വാഴ ഇതുണ്ടോ, വാഴക്കൊല നോക്കി നല്ല കായ ആയിട്ടുണ്ടായതുണ്ടോ. നല്ല അത്യാവശ്യം നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വാഴയായിട്ടും കപ്പ, ചേന അങ്ങനത്തെ ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. അപ്പോളേ നമ്മള് പറമ്പ് കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കുറെ ഏകദേശം കണ്ടില്ലേ. ഇനിയിപ്പോ നമ്മൾ ഇതിനകത്തൊരു വീടുണ്ട് എന്ന് പറഞ്ഞത് നേരത്തെ. അപ്പൊ ഈ കാണുന്നതാണ് ഇതിനകത്തുള്ളൊരു വീട്. മൊത്തം 3 ബെഡ്റൂം, ഹാള്, അടുക്കള, സിറ്റ് ഔട്ട് എന്ന് വേണ്ട എല്ലാ സൗകര്യവും ഉള്ള സാധാരണ ഒരു വീടാണ്. അത്യാവശ്യം ഒരു കുടുംബത്തിന് താമസിക്കാൻ സൗകര്യത്തിനുള്ള നല്ലൊരു പാകത്ത് ഒതുങ്ങിയ വീടാണ്. പിന്നെ ഇതാ ഇതില് മൊത്തത്തിൽ നോക്കുമ്പോ എന്നുള്ളൊരു പച്ചപ്പൊക്കെ കണ്ടില്ല ഞങ്ങള്. പറമ്പിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ ഒന്ന് നോക്കിക്കേ. ഇനി നോക്കിക്കേ, ഇവിടെ കൃഷിക്കൊക്കെ പറ്റിയ സ്ഥലം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. വാഴയൊക്കെ കുലച്ചാണ്ട് നല്ല മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ. കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല വളക്കൂറുള്ള മണ്ണാണ്. കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോരിട്ടോ. വെറും 20 ലക്ഷം രൂപയായിട്ട് പോന്നു കഴിഞ്ഞാൽ ഈ 2 ഏക്കർ സ്ഥലം നിങ്ങൾക്ക് സ്വന്താക്കാം. ഫുള്ള് പച്ചപ്പാണ്. നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറും വെള്ളത്തിന് നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. പറമ്പിൽ എല്ലാ സാധനങ്ങളും നനയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ നല്ല വെള്ളത്തിന്റെ ഒരു സൗകര്യമുണ്ട്. പിന്നെ തെങ്ങൊക്കെ ആണെങ്കിൽ മൊത്തം ഏകദേശം 10 തെങ്ങാണുള്ളത്. ഇതാണ് കണ്ടില്ല, തെങ്ങൊക്കെ കണ്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ലോണം കായ പിടിക്കുന്ന, അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന തെങ്ങൊക്കെയാണ്. തെങ്ങിന്ന് വരുമാനം ഉണ്ട്. അതുപോലെ കവുങ്ങുണ്ട്, ജാതി ഉണ്ട്, റബ്ബർ ഉണ്ട്. അത്യാവശ്യം എല്ലാവിധ വരുമാനങ്ങളും ഉള്ളൊരു മുതലാണ് ഇപ്പൊ കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലം 2 ഏക്കർ സ്ഥലം വെറും 20 ലക്ഷം ഉറുപ്പിക്ക് കൊടുക്കാന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കുന്ന അടുത്ത് സ്കൂളോ അമ്പലോ പള്ളിയോ അങ്ങനെ വിചാരിക്കുക. എന്തായാലും കുറെ ഉള്ള ഏരിയ ആണ്, കുന്നും മലയൊക്കെ വിചാരിക്കാവുന്നല്ല. ഇനി ഇതിന്റെ അടുത്തൊരു 800 മീറ്റർ പോയി കഴിഞ്ഞാൽ അമ്പലം, പള്ളി, ചർച്ച്, സ്കൂള്, എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. പോസ്റ്റ് ഓഫീസ് ഉണ്ട്, റേഷൻ കട ഉണ്ട്, ATM സെന്ററുകൾ ഉണ്ട്, ഹോട്ടലുകൾ ഉണ്ട്, ക്ലബ്ബ് ഉണ്ട്, ഹൈസ്കൂൾ ഉണ്ട്, പിന്നെ പച്ചക്കറി, പലചരക്ക്, സ്റ്റേഷനറി കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ, എന്ന് വേണ്ട മലഞ്ചരക്ക് നമ്മളെ ഈ സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കടകൾ. നമുക്ക് നിത്യജീവിതത്തിൽ എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാകും അതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് 800 മീറ്റർ പോയി കഴിഞ്ഞാല്. പിന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്, ടാക്സി സൗകര്യം ഉണ്ട്, എന്ന് വേണ്ട സകലമാന സൗകര്യങ്ങളും ഉണ്ട്. ഇനി വരെ നമുക്ക് 200 റബ്ബർ ഉണ്ട് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത്. അപ്പൊ ഇതിനകത്ത് ഷീറ്റ് അടിക്കാനുള്ള സൗകര്യത്തിനുള്ള മെഷീൻ വരെയാണ് ഇട്ടത്. മെഷീനൊക്കെ നല്ല സാധാരണ മെഷീനാണ്, നല്ല മെഷീനാണ്, നല്ല സ്മൂത്ത് കൊണ്ടിരിക്കെ, നല്ല അടിപൊളി മെഷീനാണ്. ഷീറ്റ് അടിക്കാനൊന്നും എവിടെ ആരെ പറമ്പിലും പോകണ്ട. അവനാന്റെ പറമ്പിൽ തന്നെ ഷീറ്റ് അടിക്കുക, പുക ഇടാ, ഉണക്കുക. അപ്പൊ ഇതാ കാണാണ് നമ്മള് വീട് കേട്ടോ. പിന്നെ ഇതാ ഈ കാണാണ് മെഷീൻ പെര. പിന്നെ നമ്മൾ നേരത്തെ കിണർ കാണിച്ചില്ല, അപ്പൊ അവിടുന്ന് വെള്ളം അടിക്കുന്നത് അതിനകത്തോട്ടാണ് കേട്ടോ. വെള്ള ടാങ്ക് ആണിത്. പിന്നെ ഇതാ ഇലക്ട്രിക് പോസ്റ്റ് ആണിത്. കറണ്ടിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ പറമ്പ് തന്നെയാണുള്ളത്. നമ്മൾ താഴെ കുറച്ച് റബ്ബർ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് തൈമരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്.
ഇതിപ്പോ നമ്മളെ മൊത്തം 200 റബ്ബറാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തുള്ളത്, കണ്ടില്ലേ? അതേപോലത്തെ റബ്ബർ മരങ്ങളാണ്, വെട്ടിയൊന്നും നശിപ്പിച്ചിട്ടൊന്നുമില്ല. എല്ലാം 105 ഇനത്തിൽപ്പെട്ട നല്ല അടിപൊളി കണ്ടില്ല, ഓരോ എല്ലാം കണ്ടുപോയി ഒന്നിനൊന്നിനും മെച്ചമുള്ള നല്ല കിടിലം മരങ്ങൾ തന്നെ കേട്ടോ. എല്ലാം വെട്ടി നശിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. നമുക്ക് ഇനി അത്യാവശ്യം ഒരുപാട് കാലം ടാപ്പിങ് ചെയ്യാനുള്ള എന്താ പറയുക പട്ടയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മരത്തിലുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്തുനിന്ന് മൊത്തം 22 ഷീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ സീസണിൽ. 22 ഷീറ്റ് എന്ന് പറഞ്ഞാൽ 800 ഗ്രാം വെച്ചിട്ടുള്ള ഷീറ്റുകളാണ് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു തോട്ടത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ നിങ്ങൾ? മരങ്ങളൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല DRCയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി മരങ്ങളാണ് ഇതിനകത്തുള്ളത്. ഈ ഒരു സ്ഥലം ആര് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടൂലേ? അതെ, എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പൊ നമ്മള് പറമ്പിന്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ് ഇപ്പൊ നിക്കുന്നത് കേട്ടോ. പറമ്പിന്റെ ഈ ഒരു മൊത്തത്തിലുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങള്, നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള അപ്പുറത്തുള്ള പറമ്പാണ് ഈ കാണുന്നത്. അവിടെ ഇഷ്ടംപോലെ വീടുകളുണ്ട്, ഒക്കെ വലിയ വീടുകൾ തന്നെയാണുള്ളത്. ഇനി ഈ അപ്പുറത്തുള്ള പറമ്പിലെ എന്താ ഏകദേശം കവുങ്ങ്, തെങ്ങ്, കുരുമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കൃഷികളുള്ളത്. ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിന്ന് ചെറുപുഴയ്ക്കുള്ള ഏകദേശമുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം 10 കിലോമീറ്റർ ദൂരം വരുന്നത്. അതുപോലെ പയ്യന്നൂരിന് ഏകദേശം 40 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. പയ്യന്നൂർ തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. പിന്നെ കണ്ണൂരിലോട്ട് പോകാൻ ഏകദേശം ഒരു 65 കിലോമീറ്റർ, വെറും 65 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ണൂർ ടൗണിലെത്താം. പിന്നെ കണ്ണൂരിലെ എയർപോർട്ടിലോട്ട് പോകാൻ വെറും 70 കിലോമീറ്റർ മാത്രമേ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ളൂ. വിളിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മളെ ഈ സ്ഥലത്തിൻ്റെ അടുത്തുള്ള എയർപോർട്ട് ഏതാന്നൊക്കെ. നമുക്ക് അടുത്തുള്ള എയർപോർട്ട് കണ്ണൂർ എയർപോർട്ടാണ്. 70 കിലോമീറ്റർ മാത്രം ദൂരം. പിന്നെ നമുക്ക് കോട്ടയം, പാല അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലോട്ടും പോകാനുള്ള ബസ് സൗകര്യങ്ങളും എല്ലാ സൗകര്യവും ഉണ്ട്. നമുക്ക് ഈ 800 മീറ്ററിൽ പോയി കഴിഞ്ഞാൽ ബസ് സൗകര്യം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ സ്കൂളിൽ പിള്ളേരൊക്കെ വിടണമെന്നുണ്ടെങ്കിലൊക്കെ എല്ലാത്തിനും നല്ല സൗകര്യമുള്ള നല്ലൊരു കിടിലൻ പ്രോപ്പർട്ടി. ഗവൺമെന്റ് സ്കൂളുണ്ട്, പ്രൈവറ്റ് സ്കൂളുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ള എളുപ്പം പോരിട്ടോ. ഇതാ ഈ ബാക്ക് സൈഡിലോട്ട് വരുമ്പോ ഇവിടെ ഉണ്ട് കേട്ടോ വെള്ളം, നല്ല വറ്റാത്ത വെള്ളമുള്ളതാണ്. ഇങ്ങോട്ടൊക്കെ നോക്കി, നല്ല വെള്ളം തെളിഞ്ഞ ഒരുപാട് വീടുകളിലോട്ട് പോകുന്ന വെള്ളത്തിന്റെ സൗകര്യം കൂടി ആയിട്ടുണ്ട് അതില്. ഇത് ഫുൾ ടൈം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. വേനൽക്കാലം ഫുള്ള് തീരുന്ന വരെ ഈ ഒരു വെള്ളം ഇതിനകത്തുനിന്ന് വരും. നല്ല തെളിഞ്ഞ വെള്ളല്ലേ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ ഒന്നും നേരിടാത്ത ഒരു ഏരിയ ആണ്. മെയിനായിട്ട് ആൾക്കാർ നമ്മൾ സ്ഥലങ്ങളൊക്കെ എടുക്കുമ്പോൾ നോക്കുന്നത് വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടോ, കറണ്ട് ഉണ്ടോ, വഴി ഉണ്ടോ എന്നുള്ളതാണ്. എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള സ്ഥലമാണ്. വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ അല്ലേ. ഇതേപോലത്തെ സ്ഥലം നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാണ്ടാവില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലം കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. നല്ല അടിപൊളി സ്ഥലല്ലേ? അതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളി സ്ഥലം. തീരെ നല്ല വില കുറവില്ലേ? വില തീരെ കുറവാണ്. ഇതുപോലത്തെ നല്ല സ്ഥലം വേറെ എവിടെ തോന്നുന്നില്ല. സ്ഥലം വെറും 20 ലക്ഷം രൂപയ്ക്കാണ്. 20 ലക്ഷമാണ് അവർ ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷിയൊക്കെ കണ്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്താൽ അത്യാവശ്യം നല്ല വിളവൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടിക്ക് വെറും 20 ലക്ഷം ചോദിക്കുന്നത്, ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്മളെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ എന്തെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിനും ഈ ഒരു നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ അല്ലേ. അതെ, അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ബൈ. അതെ, ഒരു 3 ഏക്കർ ഒരു 61 സെന്റ് സ്ഥലം നമ്മളെ കാസർഗോഡ് ജില്ലയിലെ മാലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 2.5 കിലോമീറ്റർ മാറിയിട്ട് നല്ല അടിപൊളി ഒരു തെങ്ങും തോട്ടം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയുള്ള വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തോളി. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാം കേട്ടോ. ഇഷ്ടപ്പെടുക കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളി. സ്ഥലം കാണിച്ചു തരാം. 3 ഏക്കർ 61 സെന്റ് സ്ഥലമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടില്ല. അതിന്റെ ഡീറ്റെയിൽ കാണിച്ചു തരാനാ വന്നിട്ടില്ല. അപ്പൊ നമ്മളെ മാലോ ടൗണിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാറിയിട്ടാണ് ഇന്നത്തെ നമ്മളെ സ്ഥലമുള്ളത്. ടാറിംഗ് റോഡാണ്, പഞ്ചായത്ത് റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഈ കാണുന്നതാണ് സ്ഥലം. ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ. പിന്നെ കറണ്ടിന്റെ പോസ്റ്റും അതിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇതാക്കുന്നത്. ഇപ്പൊ നിലവിൽ പറമ്പിലോട്ട് കറണ്ടിന്റെ കണക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഡീറ്റെയിൽ പോയിട്ട് കാണിച്ചു കൊടുക്കാം നമുക്ക് കേട്ടോ. കാണിച്ചു കൊടുക്കാം അല്ലേ. അപ്പൊ ഇവിടുന്നുള്ളൊരു വ്യൂ ഒന്ന് നോക്കിയാ നിങ്ങള്. അപ്പൊ ഇതാക്കണ ഈ കാണുന്നതാണ് സ്ഥലം കേട്ടോ. റോഡിന്റെ മേലെ കുറെ കൂടുതൽ സ്ഥലമുള്ളത്. പിന്നെ നമുക്ക് റോഡിന് താഴോട്ട് ഇതാണ് കുറച്ചൊരു ഭാഗം, നമുക്ക് റോഡിന് താഴോട്ടും കുറച്ച് ഭാഗം കിടക്കുന്നുണ്ട് കേട്ടോ. മേളിലോട്ടാണ് കൂടുതലായിട്ട് കിടക്കുന്നത്. അപ്പൊ നമുക്ക് മേളിൽ പോയിട്ട് ഫുള്ള് ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇതാക്കണ റോഡിൽ നിന്ന് കയറി നമ്മളെ പറമ്പിലോട്ടാണ് കേട്ടോ. വണ്ടിയൊക്കെ നമ്മളവിടെ നിർത്തിയിട്ടേക്കാണ്. ഇപ്പൊ നിലവിൽ ഓഫ് റോഡ് മറ്റേ 4 വീല് വണ്ടി ഇപ്പൊ പറമ്പിലോട്ട് ഇപ്പൊ കയറുള്ളൂ. ജീപ്പ് അല്ലെങ്കിൽ മറ്റേ പിക്കപ്പ് അങ്ങനെയുള്ള ജീപ്പുകളാണ്, അങ്ങനെയുള്ള വണ്ടികളാണ് ഇപ്പം നമ്മളെ ഈ ഒരു പ്ലോട്ടിലോട്ട് കയറുക. പിന്നെ ഇലക്ട്രിക് പോസ്റ്റ് കണ്ടില്ലേ, നമ്മളെ പറമ്പിന്റെ
ഫുള്ള് പോകുന്നുണ്ട്. കറണ്ടൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിലും അതിനൊന്ന് ചിലവോ കാര്യങ്ങളൊന്നും എക്സ്ട്രാ ചിലവോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെ പ്ലോട്ടിൽ തന്നെ കറണ്ട് കണക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഒരു പ്ലോട്ടിൽ മൊത്തം ഒരു 180ഓളം തെങ്ങല്ലേ, ഒരു 180ഓളം തെങ്ങുണ്ട്. പിന്നെ ഒരു 150ഓളം കശുമാവുണ്ട്. പിന്നെ കുറേ ഒരു 10-15ഓളം തേക്ക് മരങ്ങളുണ്ട്. പിന്നെ അല്ലാതെ കുറേ കാട്ടുമരങ്ങളുണ്ട്. അത്യാവശ്യം നല്ലൊരു വരുമാനം കിട്ടുന്ന നല്ല അടിപൊളി ഒരു കിടിലം പ്രോപ്പർട്ടി കേട്ടോ. കശുമാവ് കണ്ടില്ല ഞങ്ങൾ, അതേപോലത്തെ കശുമാവുണ്ട്, തെങ്ങുണ്ട്, ഒക്കെ നമുക്ക് ഓരോന്ന് കാണിച്ചു തരാം. പിന്നെ ഒരു കിണറും ഉണ്ട് കേട്ടോ. കിണർ ഞാൻ ഇതിൽ തിരഞ്ഞു നോക്കി കണ്ടില്ല. പിന്നെ കിണറുണ്ട്, അവർ പറഞ്ഞ അത് കുറച്ച് ആഴം കൂടിയുള്ളൊരു കിണറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു പേടി എവിടെയാണെന്ന്, അത് കെട്ടിയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. സൈഡ് കെട്ടിയില്ലല്ലേ? ഇല്ല, അപ്പോൾ ആഴം കൂടുതലുണ്ട്. അപ്പോൾ ഈ ഭാഗത്താണ് കിണറുള്ളത്, ഒന്ന് നോക്കണം. കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ കുറച്ച് ചെറിയ ചെരിവുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ കാസർഗോഡ് ജില്ലയിലെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ചെറിയ ചെരിവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളായിരിക്കും കേട്ടോ. നിരപ്പുള്ള സ്ഥലങ്ങളും ഉണ്ട്. ഇത് നമ്മളെ ചെറിയൊരു ചെരിവുണ്ട്. വണ്ടികളൊക്കെ കയറിപ്പോവും. അപ്പളേ നമ്മള് പറമ്പിലോട്ട് കയറി കുറച്ചും കൂടെ എത്തിട്ടോ. അപ്പൊ വന്ന് നോക്കുമ്പോ നല്ല സ്ഥലം, നല്ല അടിപൊളി സ്ഥലമാണ്. എന്താ പറയാ, നല്ല തെങ്ങും എല്ലാ അത്യാവശ്യം വരുമാനങ്ങളെല്ലാം ഉണ്ട്. കശുമാവ്, തെങ്ങ്, അതുപോലെ തേക്ക്. ഓണർ പുറത്താണുള്ളത്. അപ്പൊ അവര് നമ്മളോട് വിളിച്ചു പറഞ്ഞത് എന്താ വെച്ചാൽ ഇത് നോക്കാൻ ആളില്ല, അപ്പൊ അങ്ങനെ എന്തെങ്കിലും സെയിലാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളോട് ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടാൻ പറഞ്ഞിട്ടാണ് നമ്മൾ. അപ്പൊ എടുത്തിടാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് എടുത്തിട്ടോളിട്ടോ. നല്ല സ്ഥലമാണ്. തെങ്ങിൻ തോട്ടമാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും കൃഷികളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യാം. ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് പറമ്പിൽ തന്നെ ഉണ്ട്. സ്ഥലം ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ ഫാം ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. സൈറ്റിലോട്ട് പറമ്പിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വണ്ടി കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യം ഉണ്ട്. അതേമാതിരിക്ക് നമുക്ക് ഇനിയിപ്പോൾ ഈ തെങ്ങിൻ്റെ എന്തിൻ്റെയൊക്കെ ഗ്യാപ്പിൽ നമുക്ക് വേണമെങ്കിൽ കവുങ്ങോ അല്ലെങ്കിൽ കുരുമുളകോ അങ്ങനെ എന്ത് വേണേലും നമുക്ക് നടാം. ജാതി, അങ്ങനെ കൃഷിനെ പറ്റി ഇപ്പോൾ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്യാവശ്യം എല്ലാവർക്കും അറിയണമല്ലേ. അപ്പോൾ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ ആ തേക്കൊക്കെ നോക്കി, അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ടല്ലേ അതിന്. വലിയ തേക്ക് കേട്ടോ. ഈ താഴെ ഭാഗത്തേക്കെല്ലാം കുറെ തേക്കുണ്ട് ചേട്ടായി. പിന്നെ മരത്തിനൊക്കെ ഒരു നമ്പർ അടിച്ചിട്ടുണ്ട്. ഒരുവിധം എല്ലാ മരത്തിലും നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിലെന്തൊക്കെ ഇതുണ്ട് എന്നുള്ളതൊക്കെ. ഇതിനകത്ത് മരങ്ങൾ മുറിച്ച് വിറ്റാൽ തന്നെ നമുക്ക് നല്ല സംഖ്യക്ക് നല്ല പൈസ കിട്ടും കേട്ടോ. ഇനിയിപ്പോ നോക്കിയാൽ നിങ്ങൾ ഈ തെങ്ങൊക്കെ നല്ല കായ്ക്കണ തെങ്ങാട്ടോ. ഇതിലൊക്കെ എന്തേലും കായെന്നറിയോ, നല്ലോണം കായ്ക്കണ തെങ്ങാണ് ഇതൊക്കെ കേട്ടോ. ഒക്കെ അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്നതാണേ. ഇത് കുറച്ച് മുന്നേ തേങ്ങ ഇതാക്കിയാന്ന് തോന്നുന്നു. നേരത്തെ പൊളിച്ചിട്ടാ തോന്നുന്നുണ്ട്. തേങ്ങ നല്ല തേങ്ങ ഉണ്ടല്ലേ അവിടെയൊക്കെ ഉണ്ടാ ഇഷ്ടം. പിന്നെ അതിൽ നമുക്ക് അങ്ങോട്ട് പോയില്ലേ, നമ്മള് നടന്നു പോയില്ലേ, അവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. തെങ്ങൊക്കെ നോക്കി അത്യാവശ്യം നല്ലോണം കായ പിടിക്കുന്ന തന്നെ അല്ലേ. ഉറങ്ങി ശല്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല തോന്നുന്നല്ലേ. ഉറങ്ങി ശല്യമൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങയൊന്നും ഒരു തെങ്ങിലും ഉണ്ടാവില്ല. തേങ്ങയെല്ലാം പറിച്ചു കളയും. പിന്നെ കുറെ കാട്ടുമരങ്ങൾ ഉണ്ട് കേട്ടോ. അതേപോലത്തെ ഇങ്ങോട്ട് വാ. പിന്നെ ഞാൻ ഇപ്പൊ ഇങ്ങനെ നടന്നിങ്ങനെ വരുമ്പോ കണ്ടതാട്ടോ. കേടായ തേങ്ങയാണ്. പക്ഷെ അതിന്റെ വലുപ്പം കണ്ടില്ല നിങ്ങള്, വലിയ തേങ്ങ. നമ്മളൊരു 2-3 തേങ്ങ ഒന്നിച്ചായി കഴിഞ്ഞാൽ എത്ര വലുപ്പം ഉണ്ടാവും. അതേമാതിരിക്ക് വലിയ തേങ്ങ ഒരു 1.5 കിലോ ഒക്കെ ഉണ്ടാവും. വലിയ തേങ്ങ കേട്ടോ. അപ്പൊ അത് കേടായോണ്ട് ഇവിടെ ഇട്ടിട്ട് പോയതാ. അപ്പൊ കണ്ടപ്പോ നിങ്ങളെ കാണിച്ചു തന്നാണ്. അപ്പൊ ഇനി നമുക്ക് മേലേക്ക് അതിലൊക്കെ ഒന്ന് പോയി നോക്കുക. തെങ്ങിനും ഒരുവിധം എല്ലാ മരത്തിലും ഇതേവരെ നമ്പർ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മള് ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ. പിന്നെ ഇവിടെയൊക്കെയാണ് മാവ് കേട്ടോ. മാവും പ്ലാവെല്ലാം കുറെ ഉണ്ട്. നിറച്ചു മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ ഉണ്ട് മേലെ മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടായി. നാടൻ മാങ്ങ ഒന്നുണ്ട്. പിന്നെ അതാണ് അതേപോലത്തെ കാട്ടുമരങ്ങൾ കണ്ടില്ലേ. ഇങ്ങനത്തെ കുറെ മരങ്ങളുണ്ട്. ഇതിനകത്ത് തേക്കുണ്ട്. ഏകദേശം ഒരു 10ഓളം തേക്കുണ്ട്. കണ്ടില്ലേ, അതൊക്കെ കാട്ടുമരങ്ങളാണ്. ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ഇതിനകത്ത്. ഇതേപോലത്തെ പിന്നെ നമ്മളെ ഇപ്പുറത്തെ ഇതിന്റെ അതിരുവഴിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതാണ് മറ്റേ കവുങ്ങൊക്കെയാണ് വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. റബ്ബറൊന്നും ഇപ്പൊ ആരും അധികം വെച്ച് പിടിപ്പിക്കുന്നില്ല. അതൊക്കെ കരക്കവുങ്ങാണ് വെച്ച് പിടിപ്പിക്കുന്നത് അല്ലേ. പിന്നെ ഈ ഒരു ഇത് കണ്ടില്ല ഞങ്ങള്, മരങ്ങളൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ല പിന്നെ കൊറേ മരത്തെ കൂടെ കുരുമുളക് എല്ലാം കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ.
നമുക്ക് ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ മാലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 2.5 കിലോമീറ്റർ കേട്ടോ ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ? 40 കിലോമീറ്ററും കാസർഗോഡ് നിന്ന് 55 കിലോമീറ്റർ. അതുപോലെ തന്നെ നമുക്ക് കണ്ണൂരിൽ നിന്ന് 70 കിലോമീറ്ററും കോട്ടയത്തു നിന്നൊക്കെയാണ് നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുന്നത്. അവിടുന്ന് ഒരു 460 കിലോമീറ്ററും പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 350 കിലോമീറ്ററും പിന്നെ കണ്ണൂർ എയർപോർട്ടിലോട്ട് വെറും 75 കിലോമീറ്ററാണ് ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. ഇനി കോട്ടയം ഭാഗത്തു നിന്നുള്ളവർക്കൊക്കെ അത് സൈറ്റ് കാണാൻ വരണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ബസ്സും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബസ്സിന് വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ട്രെയിനിന് വരാം. പിന്നെ നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള വേറെ 2-3 പ്രോപ്പർട്ടികളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ വീഡിയോയ്ക്കകത്ത് തന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ തന്നെ 2-3-4 കുറേ വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിലേതിലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വരവ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3-4 പ്രോപ്പർട്ടികൾ ഒന്നിച്ച് കാണുകയും ചെയ്യാം അല്ലേ? അതെ, അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കാം. തീർച്ചയായിട്ടും. മുകളിൽ ഇതേപോലത്തെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. കാട്ടുമരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, ഒരുപാട്. അതിൻ്റെ എണ്ണം കാര്യങ്ങളൊന്നും ഇപ്പോൾ അവർ പറഞ്ഞിട്ടില്ല. അത് നോക്കാം, തേങ്ങ നോക്കാം. ഇതെന്താണ് കൊടവോ? ആഹാ, എത്രങ്ങാനും വലിയ തേങ്ങ മോനെ നോക്കി. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നോക്ക്. ഇപ്പൊ ഞാൻ താഴ്ന്നൊക്കെ കാട്ടി തന്നില്ലേ, അതേമാതിരിക്ക് വലിയ തേങ്ങ. കുലുങ്ങുണ്ട്. നമ്മളൊരു 2-3-4 തേങ്ങ ഒന്നിച്ച് ചേർത്ത് വലിയ എത്ര ഉണ്ടാവും? ഒരു കടന്നൽക്കൂടിന്റെ കത്ര ഉണ്ട് അല്ലേ? വലിയ തേങ്ങ. കാണാത്തവരുണ്ടേ കണ്ടോളിട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാല് നല്ല ഇത് കിട്ടുകയും ചെയ്യൂല. നല്ല വളക്കൂറുള്ള മണ്ണാണ്. അപ്പൊ അതിന്റെ തെളിവാണിത്. സൈറ്റിൽ നിന്ന് തന്നെ ഞാൻ നേരിട്ട് കാട്ടിത്തരാൻ കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ഇത് കണ്ടില്ലേ, ഇതേപോലത്തെ ഒരു 150ഓളം കശുമാവ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കായ പിടിക്കുന്നതാണ്. ഇപ്പൊ സീസൺ കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ അല്ലേ, മേലെ ഉണ്ട് തോന്നുന്നല്ലേ. അത്യാവശ്യം ഒരു 150ഓളം കശുമാവുണ്ട്. അതുപോലെ കണ്ടില്ലേ, ഇവിടെ ഉണ്ട്, ഇങ്ങോട്ടുണ്ട്, താഴോട്ടൊക്കെ കശുമാവ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തേക്കിൻ്റെ ഇടകളിൽ കൂടെ നമുക്ക് തെങ്ങിൻ്റെ ഇടയിൽ കൂടെ ഫുള്ള് കശുമാവാണ് വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. അത്യാവശ്യം നല്ല വരുമാനം ഇതിനകത്തുനിന്ന് തന്നെ കിട്ടുന്നുണ്ട്. തേങ്ങയൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അല്ലേ, വലിയ വലിയ തേങ്ങകളിലെ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. കണ്ടില്ല, താഴെ മരം കണ്ടില്ല, കുറച്ച് ചെറിയ ചെരിവുള്ള സ്ഥലമാണ് കേട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ല വണ്ണൊക്കെ ഉള്ള വലിയ വലിയ മരങ്ങളുണ്ട് അതിനകത്ത്. അതേപോലത്തെ കാട്ടുമരങ്ങളുണ്ട്. പിന്നെ തേക്കുണ്ട്. തേക്ക് 10-15ഓളം തേക്കുകളുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ. എടുത്തിടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് വന്ന് എടുത്തിട്ടോളി. ചെറിയ വിലയ്ക്ക് ഇപ്പം നമുക്ക് സ്ഥലങ്ങളൊക്കെ എടുത്തിടാൻ പറ്റിയ നല്ല സമയമാണ്. കാരണം ഒരുവിധ എല്ലാ സ്ഥലങ്ങൾക്കും നല്ല റേറ്റ് കുറവിലാണ് ഇപ്പം നമ്മൾ സെയിൽ ചെയ്യാനുള്ളത്. നമുക്ക് ഈ പ്ലോട്ടിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാലോം ടൗണിലെത്തും. ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ ഉണ്ട്. നമുക്ക് കാഞ്ഞങ്ങാടിന്, കാസർഗോഡിന്, പയ്യന്നൂരിനൊക്കെ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. പിന്നെ നമുക്ക് നൈറ്റ് സർവീസായിട്ട് നമുക്ക് കോട്ടയം ഭാഗത്തേക്ക് പാലാ, കാഞ്ഞിരപ്പള്ളി അങ്ങനെയുള്ള കോട്ടയം ഭാഗങ്ങളിലേക്ക് ഇഷ്ടംപോലെ ബസ്സും കാര്യങ്ങളെല്ലാം നമുക്ക് നൈറ്റ് സർവീസിൽ ഉണ്ട്. KSRTC ഉണ്ട്. അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളുണ്ട്. പിന്നെ നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കാഞ്ഞങ്ങാടാണ്. 40 കിലോമീറ്ററാണ് നമുക്ക് കാഞ്ഞങ്ങാടിലോട്ട് ദൂരം. പിന്നെ നമ്മളെ പ്ലോട്ടിലൊരു കിണറും കൂടി ഉണ്ട് കേട്ടോ. കിണർ അത്യാവശ്യം നല്ല ആഴമുള്ളൊരു കിണറാണ്. അവിടെയാണ് കിണറുള്ളത്. അതെ, വീഡിയോ ഒക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് 40 കിലോമീറ്റർ മാറിയിട്ട് മാലോത്താണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 13 ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത്. 3 ഏക്കർ 61 സെൻറ്റ് സ്ഥലമാണ്. ഏക്കറിന് 13 ലക്ഷമാണ് ചോദിക്കണമെങ്കിലും നല്ല രീതിയിൽ എന്താ പറയുക, കച്ചവടമൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി കാണണമെന്നും ഈ ഒരു പ്രോപ്പർട്ടി എടുക്കണം എന്നൊക്കെ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ കോട്ടയത്തുനിന്നോ അവിടെ നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പ്ലോട്ടുകൾ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതല്ല വേറെ പ്രോപ്പർട്ടി കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടി കാണണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ.
ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ പ്രോപ്പർട്ടികൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.